ഉള്ളത് വർക്കലയിലെ വനിതാ ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിലാണ്. എന്താണ് വനിതാ ജംഗ്ഷനിലെ പ്രോഗ്രാംസ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നടന്നു വരുന്ന വനിതാ ജംഗ്ഷനെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള വനിതാ ജംഗ്ഷൻ വിവിധ പഞ്ചായത്തുകളിൽ ഏകദേശം എല്ലാം നടന്നു കഴിഞ്ഞു. ഇനി അത് ജില്ലാതലത്തിൽ മാനവീയം വീതിയിൽ വെച്ച് 7-ാം തീയതി നടക്കാൻ പോവുകയാണ്. സ്ത്രീകളുടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരു ഭാഗത്തോട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു മുമ്പ് എല്ലാം. ഇനി അതിൽ നിന്നിട്ടൊക്കെ ഒരു വേറിട്ട ഒരു ചിന്താഗതിയിൽ എല്ലാ സ്ത്രീകളുടെ മനസ്സിലും അവരുടേതായ കലകൾ ഉറങ്ങിക്കിടക്കുന്ന അതിനെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് അസമയം അസമത്വം എന്നുള്ള ഒരു അത് പ്രാവർത്തികമാക്കാൻ സ്ത്രീകൾക്ക് ഇനി സമൂഹത്തിൽ പുരുഷന്മാരുടെ പോലെ തന്നെ പകലും രാത്രിയും എല്ലാം അവർക്ക് ഒരേപോലെ ഉള്ള ഒരു തുല്യ അവകാശം നേടിയെടുക്കണം. അതുപോലെ നമുക്ക് സമൂഹത്തിൽ ഇനി ആരുടെയും പേടിക്കാതെയുള്ള ഒരു ജീവിതം നയിക്കാനും കൂടിയുള്ള ജില്ലാതല വനിതാ ജംഗ്ഷൻ വിവിധ പഞ്ചായത്തുകളിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു കഴിഞ്ഞിരുന്നു. എല്ലാ പരിപാടിയും 85 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകളും പങ്കെടുത്തു. ഞാനുൾപ്പെടെ ഉള്ള എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിന് വളരെ നല്ല ഒരു അഭിപ്രായവും എല്ലാവിധ ആശംസകളും നേരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വർക്കലയിലെ വനിതാ ജംഗ്ഷൻ പ്രോഗ്രാം? അതിഗംഭീരമല്ലായിരുന്നോ? ഇടവ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ സഫ്ന.